ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു സാമ്പാർ തയ്യാറാക്കിയാലോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പരിപ്പൊക്കെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. 5 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കണം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വറുത്തരച്ച് കറി വയ്ക്കുകയല്ലേ സാമ്പാർ, അതുപോലെ ഒരു ടേസ്റ്റ് ആകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പൊടി കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കറിയുടെ കൂട്ടിലേക്ക് ഈ ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. രാവിലെയൊക്കെ സമയം കുറവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അല്പം കുറുകി എടുക്കുന്നതാണ് ഈ ഒരു കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് നല്ല ശർക്കരയാണ്, അതുകൊണ്ട് അരിച്ച് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തോളൂ. രാവിലത്തേക്ക് ഇനി സമയമൊന്നും വേസ്റ്റ് ആവില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.